അസാധാരണ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാൻ പോലീസിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി. ഇക്കാര്യം നിയമം അനുവദിക്കുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജന്തർ മന്ദർ പാറ്റ കലാപത്തിന് നേരെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചതിനെതിരായ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. അപ്പോൾ പെല്ലറ്റ് ഉപയോഗിച്ച് വെടിയുതിർത്തെ എന്നൊക്കെ പറഞ്ഞ ആളുകളോടാണ് നിയമപരമായി ചില സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കാനുള്ള അനുമതി അത് സായുധ സേനകൾക്കുണ്ട്. അത് സുപ്രീം കോടതിയാണ് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ആ വാർത്ത അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സൗരവ് ദാസ് എന്ന് പറയുന്ന പാറ്റ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് അറപ്പുളവാക്കുന്ന നിരീക്ഷണം എന്നാണ്. അതായത് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം വല്ലാത്ത കാലം എന്നേ പറയാനുള്ളൂ. വാർത്തയിലേക്ക്. അതിശക്തമായ സാഹചര്യങ്ങളിൽ കണ്ണീർവാതകവും ഉപയോഗിച്ച് അക്രമം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇക്കാര്യം നിയമം അനുശാസിക്കുന്നതിനാൽ എങ്ങനെ തടയാനാകുമെന്ന് കോടതി ആരാഞ്ഞു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ജി, വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. സേനകൾക്ക് ആയുധങ്ങൾ നൽകുന്നത് മനോധൈര്യം ഉറപ്പാക്കാനാണെന്നും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ജി നിരീക്ഷിച്ചു. പെല്ലറ്റ് തോക്കുകളുടെ ഉപയോഗം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ IPS ഓഫീസർ യശോവർദ്ധൻ ആസാദാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതേസമയം പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടിയിൽ എല്ലാ ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ടെന്ന് CRPF വ്യക്തമാക്കി. എന്തിനും താൻ കൂടെയുണ്ടെന്നും ഉദ്യോഗസ്ഥരോട് നിർഭയം ജോലി നിർവഹിക്കാനും CRPF ഡയറക്ടർ ജനറൽ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് നിർദ്ദേശിച്ചു. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.